അധ്യക്ഷ പദവിയിൽ നിന്നും സണ്ണി ജോസഫ് മാറുന്നു. ഒഴിവ് വരുന്ന പദവിയിൽ നിരവധി നേതാക്കളുടെ ലിസ്റ്റ് ഉണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ മാത്യു കുഴൽനാടനായി മുറവിളി ഉയരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയ അതേ രീതിയിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ശക്തമായ വികാരം മാത്യുവിനായി ഉയരുന്നുണ്ട്. ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കെ.പി.സി.സി പ്രസിഡന്റ് പദവി ആ വിഭാഗത്തിനായിരിക്കും. എന്നാൽ ഷാഫി പറമ്പിലിന്റെ പേരുണ്ടെങ്കിലും സമുദായ പ്രാതിനിധ്യം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ പരിഗണിക്കുക. മാത്യുവിനൊപ്പം ജോസഫ് വഴക്കൻ, ബെന്നി ബെഹനാൻ എന്നിവരും ഉണ്ടെങ്കിലും പാർട്ടിയിലെ അണികളുടെ വൻ വികാരം പുതിയ തലമുറയ്ക്ക് തന്നെയാണ്. മാത്യു കുഴൽനാടനുള്ള മറ്റൊരു പ്രത്യേകത കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിലുള്ള ആളെന്നതാണ്. ആ നിലയ്ക്ക് കെ.സി. വേണുഗോപാലിനും താല്പര്യം വാഴക്കനേക്കാളും ബെന്നി ബെഹനാനേക്കാളും മാത്യു കുഴൽനാടൻ തന്നെയാണ്. നിലവിൽ മൂവാറ്റുപുഴയിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ആണ് മാത്യു. മന്ത്രിയാകുമെന്നും സ്പീക്കറാകുമെന്നും ഒക്കെ പറഞ്ഞുവെങ്കിലും സമുദായ സമവാക്യത്തിൽ മാത്യുവിന് ഒന്നും ലഭിച്ചില്ല. എന്തായാലും കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിൽ തലമുറ മാറ്റ ചർച്ച സജീവം. യുവനേതാവും മൂവാറ്റുപുഴ MLA-യുമായ മാത്യു കുഴൽനാടനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും ശക്തമാവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച വൻ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്നായി മാത്യു കുഴൽനാടന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ചൂണ്ടിക്കാട്ടുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച നേതാവെന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. മാസപ്പടി വിവാദം മുതൽ മനുഷ്യനിർമ്മിത പ്രളയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയതും കഴിഞ്ഞ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതും അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണെന്നാണ് അനുയായികളുടെ വിലയിരുത്തൽ. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം സ്വീകരിച്ച നിലപാട്, വിവിധ മതസമൂഹങ്ങളുടെയും വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി നടത്തിയ ഇടപെടലുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിപ്പിച്ചുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ആശാവർക്കർമാരുടെ അവകാശ സമരങ്ങൾക്ക് പിന്തുണ നൽകിയും പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി ശബ്ദിച്ചതും മലയോര കർഷകരുടെ പ്രശ്നങ്ങളിൽ നിയമ പോരാട്ടം നടത്തിയതും മനുഷ്യ വന്യജീവി സംഘർഷ വിഷയങ്ങളിൽ ഇടപെട്ടതും അദ്ദേഹത്തെ ജനകീയ നേതാവാക്കി മാറ്റിയെന്ന് അനുയായികൾ ചൂണ്ടിക്കാട്ടുന്നു. KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും രാഷ്ട്രീയ വിടവിന് ശേഷം കർഷകരുടെ ശബ്ദമായി മാറാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞുവെന്നും കോവിഡ് കാലത്തുൾപ്പെടെ പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ടതിലൂടെ പ്രവാസികൾക്കിടയിലും വലിയ സ്വീകാര്യത നേടിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കും സൈബർ പോരാളികൾക്കും നിയമസഹായം നൽകുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഒപ്പമുണ്ടാവുകയും ചെയ്ത നേതാവാണ് മാത്യു കുഴൽനാടൻ. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പ്രൊഫഷണലുകളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതേസമയം മാത്യു കുഴൽനാടനെ മുൻകാലങ്ങളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ജാതി സമവാക്യങ്ങളുടെയും പേരിൽ പിന്തള്ളിയ ചരിത്രവും പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. 2000-ൽ KSU സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും 2008-ൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വ തെരഞ്ഞെടുപ്പിലും ടാലന്റ് അടിസ്ഥാനത്തിൽ മുന്നിലെത്തിയിട്ടും അദ്ദേഹത്തിന് നേതൃത്വം ലഭിക്കാതിരുന്നതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്യു കുഴൽനാടനെ പോലെ യോഗ്യതയുള്ളവരെ എല്ലാ കാലവും അവഗണിക്കാൻ പറ്റില്ല എന്ന് കെ.പി.സി.സി പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അക്കാദമിക മികവും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതിഷ്ഠായയും ഒരുപോലെ കൈവശമുള്ള നേതാവാണ് മാത്യു കുഴൽനാടൻ. യുവാക്കളെ മുതൽ കർഷകരെയും പ്രൊഫഷണലുകളെയും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ കെ.പി.സി.സിയുടെ അമരത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കോൺഗ്രസിന് പുതിയ ഊർജവും തലമുറ മാറ്റത്തിന്റെ സന്ദേശവും നൽകാൻ കഴിയുന്ന നേതാവായി മാത്യു കുഴൽനാടനെ പരിഗണിക്കുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.